അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയാണല്ലോ സന്മാർഗവും ദുർമാർഗവും തീരുമാനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് അവൻ നമ്മളെ ശിക്ഷിക്കുകയും അവൻ നമുക്ക് പ്രതിഫലം നൽകുകയും ചെയ്യുന്നത്, ശരിയാകുന്നത്, നീതിയാകുന്നത് എന്ന് പലപ്പോഴും ആളുകൾ ചോദിക്കാറും അങ്ങനെയുള്ള സംശയങ്ങൾ ആളുകൾക്ക് വരാറുമുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വിഷയത്തിൽ സന്മാർഗം പ്രദാനം ചെയ്യുക എന്നത്, അതുപോലെ വഴി പിഴപ്പിക്കുക എന്നത്, അത് അള്ളാഹുവിൻ്റെ കയ്യിലാണ് എന്നത് തന്നെയാണ് ശരിയായ വിശ്വാസം. അവനാണ് അവൻ ഉദ്ദേശിക്കുന്നവരെ വഴിപിഴപ്പിക്കുന്നതും അവൻ്റെ നീതിയുടെ അടിസ്ഥാനത്തിൽ, അവൻ്റെ യുക്തിയുടെ അടിസ്ഥാനത്തിൽ അവൻ വഴിപിഴപ്പിക്കുന്നതും, അവൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അവൻ്റെ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നേർമാർഗത്തിലാക്കുന്നതും രണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവർത്തനങ്ങളിൽ പെട്ടത് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഇവിടെ ഒന്ന് സന്മാർഗം നൽകുക എന്നതാണ് ഒന്നാമത്തെ ഒരു മേഖല. ഈ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന അടിമകൾക്ക് സന്മാർഗം നൽകുന്നതുമായി ബന്ധപ്പെട്ട് 4 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. 4 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, സന്മാർഗം അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അവനാണ് അത് ആർക്ക് നൽകണം എന്ന് ഉദ്ദേശിക്കുന്നതും തീരുമാനിക്കുന്നതും. അള്ളാഹു അവൻ്റെ അടിമയെ സന്മാർഗത്തിലേക്ക് നയിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും ഒരു അടിമക്ക് സന്മാർഗം ലഭിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കാണാൻ സാധിക്കും, വഖാലുൽ ഹംദുലില്ലാഹില്ലദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. സ്വർഗവാസികൾ സ്വർഗത്തിൽ പ്രവേശിച്ച ശേഷം പറയുന്ന വാചകമാണ്, ഞങ്ങളെ ഇതിലേക്ക് നയിച്ച അള്ളാഹുവിന് സ്തുതി. അള്ളാഹു ഞങ്ങളെ നേർവഴിയിലേക്ക് നയിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും നേർവഴി പ്രാപിക്കുമായിരുന്നില്ല. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സമാനമായി പറഞ്ഞത് കാണാൻ സാധിക്കും, വല്ലാഹി ലൗലല്ലാഹു മഹ്തദൈന വലാ തസദ്ദഖ്ന വലാ സല്ലൈന. അള്ളാഹു തന്നെയാണ് സത്യം. അള്ളാഹു സന്മാർഗത്തിലേക്ക് നയിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ നേർവഴി പ്രാപിക്കുമായിരുന്നില്ല, ദാനധർമ്മങ്ങൾ നൽകുമായിരുന്നില്ല, നമസ്കരിക്കുമായിരുന്നില്ല. എങ്കിൽ സഹോദരന്മാരെ, സന്മാർഗം എന്നത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്, അള്ളാഹു നൽകുന്നതാണ്. രണ്ടാമത്, ആ നൽകുന്ന ആ സന്മാർഗം അത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്, അള്ളാഹുവിൻ്റെ ഫദ്ലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സംബന്ധിച്ചിടത്തോളം ഒരടിമയെയും സന്മാർഗത്തിലാക്കേണ്ട ബാധ്യത അള്ളാഹുവിനില്ല. ഇവിടെ ഞാൻ ഇത്ര രൂപ തന്നാൽ നീ ഇന്ന സാധനം എനിക്ക് നൽകണം എന്നുപോലുള്ളൊരു കച്ചവടക്കാരല്ല. അല്ലെങ്കിൽ എനിക്ക് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻക്ക് എൻ്റെ സന്മാർഗത്തിലേക്കേണ്ട ബാധ്യതയുള്ള ഒരവസ്ഥ ഒരിക്കലുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നിനും പകരമായി നൽകുന്നതല്ല സന്മാർഗം. അള്ളാഹു ഒന്നിനും പകരം നൽകാൻ കടപ്പെട്ടവനല്ല, ബാധ്യതയുള്ളവനല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅന്നൽ ഫദ്ല ബിയദില്ലാഹ് യുഅ്തീഹി മൻ യശാ. തീർച്ചയായും അനുഗ്രഹം അള്ളാഹുവിൻ്റെ കയ്യിലാകുന്നു, അവൻ അത് ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നതാകുന്നു. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലാഹു യഖ്തസ്സു ബിറഹ്മതിഹി. അവൻ ഉദ്ദേശിക്കുന്നവരെ, അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് അവൻ ഉച്ഛിക്കുന്നവരെ പ്രത്യേകമാക്കുന്നു. മയ്യഷ, അവൻ ഉദ്ദേശിക്കുന്നവരെ പ്രത്യേകമാക്കുന്നു. വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം. അള്ളാഹു മഹത്തായ അനുഗ്രഹമുള്ളവനാണ്. അത്തരത്തിൽ പല പ്രാമാണിക വചനങ്ങളും നമുക്ക് കാണാൻ സാധ്യമാണ്. അപ്പോൾ ഹിദായത്ത് എന്നത് അള്ളാഹുവിൻ്റെ തനിച്ച ഔദാര്യമാണ്. അടിമകൾക്ക് അവരുടെ ഉടമയുടെ മേൽ ഒന്നും നിർബന്ധിപ്പിക്കുവാൻ അവകാശമില്ലാത്തതുപോലെ സൃഷ്ടികൾക്ക് സൃഷ്ടാവിൻ്റെ മേൽ, ലോകരക്ഷിതാവിൻ്റെ മേൽ ഒന്നും നിർബന്ധിപ്പിക്കാൻ ബാധ്യത അങ്ങോട്ട് നൽകുവാൻ ഒരു അവകാശവും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമതായി, സന്മാർഗം നൽകുക എന്നത് അള്ളാഹുവിൻ്റെ അറിവിൻ്റെയും യുക്തിയുടെയും അടിസ്ഥാനത്തിലാണ് അള്ളാഹു നൽകുക. അള്ളാഹുവിൻ്റെ യുക്തിയുടെ അടിസ്ഥാനത്തിലാണ്, അവൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവൻ സന്മാർഗം നൽകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരാൾ ഒരു കാര്യം കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അത് എവിടെ നൽകണം, ആർക്ക് കൊടുക്കണം, എങ്ങനെ ചെയ്യണം എന്ന് പഠിച്ച് മനസ്സിലാക്കി അത് പ്രകാരം പ്രവർത്തിച്ചാൽ ആ പഠനവും ആ യുക്തിയും അത് അങ്ങേയറ്റം പരിപൂർണമാണെങ്കിൽ അതിലൊരിക്കലും അനീതി കടന്നു വരുന്നില്ലല്ലോ, അതിലൊരിക്കലും വേണ്ടാത്തൊരു കാര്യം, ഉണ്ടാകാൻ പാടില്ലാത്തൊരു കാര്യം ഉണ്ടാകുന്നില്ലല്ലോ. അതുകൊണ്ട് അള്ളാഹുവിനറിയാം എവിടെ സന്മാർഗം നൽകണം,
എവിടെ ദുർമാർഗം, ആരെ ദുർമാർഗികളാക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അറിവുള്ളവനാണ്. മക്കത്തെ മുശ്രിക്കുകൾ സ്വഹാബിമാരെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ച ചോദ്യം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആമിൽ അള്ളാഹു എടുത്തു കൊടുക്കുന്നുണ്ട്. അഹാ ഉലായി മന്നല്ലാഹു അലൈഹിം മിൻ ബൈനിന, ഞങ്ങളുടെ ഇടയിൽ നിന്ന് അള്ളാഹു അനുഗ്രഹിച്ചിട്ടുള്ളത് ഇക്കൂട്ടരെയാണോ? അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മറുപടി പറഞ്ഞാൽ എന്താ? അലൈസല്ലാഹു ബിഅഅലമ ബിശ്ശാകിരീൻ, നന്ദി കാണിക്കുന്നവരെ പറ്റി അള്ളാഹു നല്ലവണ്ണം അറിയുന്നവനല്ലയോ? അപ്പോൾ അള്ളാഹുവിന് കൃത്യമായി അറിയാം ആരാണ് നന്ദി കാണിക്കുന്നത്, ആർക്കാണ് സന്മാർഗം നൽകുവാൻ അർഹമായിട്ടുള്ളത്. അപ്പോൾ ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് അത് ഏറ്റവും പരിപൂർണമായ നിലയിൽ ആകുന്നത്. നിങ്ങൾ നോക്കൂ, ഒരു വ്യക്തി അങ്ങേയറ്റം മോശപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട അല്ലെങ്കിൽ ഉണ്ടാക്കപ്പെട്ട, വിസർജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ വൃത്തികേടിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒരു സ്ഥലത്ത്, അങ്ങനെ മോശമായ കാര്യങ്ങൾ, അങ്ങനെ ആളുകളുടെ വേസ്റ്റുകൾ ഇടുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ ഊതും റോസ് ഓയിലും അത്തറുമൊക്കെ കൊണ്ടുപോയി വെക്കുമോ? ഇല്ല. ഊതും റോസ് ഓയിലും അത്തറും ഒക്കെ വെക്കുക അതിന് അനുയോജ്യമായ സ്ഥലത്താണ്. വിശിഷ്ടമായ വസ്തുക്കൾ വിശിഷ്ടമായ സ്ഥലത്താണ് വെക്കുക. മോശപ്പെട്ട വസ്തുക്കൾ മോശപ്പെട്ട സ്ഥലത്താണ് വെക്കുക. പന്നിയുടെ കഴുത്തിൽ പോയി ആരും വില കൂടിയ സ്വർണ്ണമാല ഇട്ടുകൊടുക്കുകയില്ല. കാരണം അത് അതിന് അനുയോജ്യമായ സ്ഥലമല്ല. എന്നിരിക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അറിവ് പ്രകാരം ആരെയെങ്കിലും സന്മാർഗത്തിലാക്കിയാൽ പ്രസ്തുത വ്യക്തി ഹിദായത്തിന് അർഹനായതുകൊണ്ടാണ്, സന്മാർഗം അവന് യോജിക്കുന്നതായതുകൊണ്ടാണ്. അതുപ്രകാരമാണ് അള്ളാഹു സന്മാർഗത്തിൽ ആക്കുന്നത്. ഈ മാനദണ്ഡങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ നിരവധി വചനങ്ങളിലൂടെ നമ്മോട് എടുത്തു പറഞ്ഞത് നമുക്ക് കാണാൻ സാധ്യമാണ്. നാലാമതായി നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വ തആല സന്മാർഗം രണ്ട് രൂപത്തിൽ നൽകും. ഒന്ന്, പ്രഥമമായ ഹിദായത്ത്, ആദ്യം അള്ളാഹു ഒരു അടിമക്ക് നൽകുന്ന സന്മാർഗം. അതായത് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകുക എന്നത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, യാ ഇബാദി കുല്ലുക്കും ദാല്ലുൻ ഇല്ലാ മൻ ഹദൈതുഹു, എൻ്റെ അടിമകളെ നിങ്ങളെല്ലാവരും വഴിപിഴച്ചവരാണ്, ഞാൻ സന്മാർഗ്ഗം നൽകിയവരൊഴിച്ച്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും വഴിപിഴവിൽ നിന്ന്, അവിശ്വാസത്തിൽ നിന്ന്, കുഫ്റിൽ നിന്ന് ഈമാനിലേക്ക്, ഹിദായത്തിൻ്റെ വെളിച്ചത്തിലേക്ക്, തൗഹീദിൻ്റെ വെളിച്ചത്തിലേക്ക് ഒരാൾക്ക് സന്മാർഗ്ഗം നൽകും. അതാണ് പ്രഥമമായ ഹിദായത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവമൻ കാന മൈതൻ ഫഅഹ്യൈനാഹു, മരണപ്പെട്ടു പോയ അല്ലെങ്കിൽ മയ്യത്തായ നിർജീവ വസ്തുവായിരിക്കെ നാം അവന് ജീവൻ നൽകിയവൻ, വജഅൽനാ ലഹു നൂറൻ യംശി ബിഹി ഫിന്നാസ്, അവന് നാം പ്രകാശം നൽകി, ജനങ്ങളിടയിൽ നടക്കാനുള്ള പ്രകാശം നൽകിയവൻ. അതായത് കുഫ്റിൻ്റെ, അവിശ്വാസത്തിൻ്റെ അന്ധകാരങ്ങളിൽ നിന്ന് ഹിദായത്തിൻ്റെ, ഈമാനിൻ്റെ വെളിച്ചത്തിലേക്ക്, അങ്ങനെയുള്ള കുഫ്റിൻ്റെ നിർജീവാവസ്ഥയിൽ നിന്ന് സന്മാർഗത്തിൻ്റെ, തൗഹീദിൻ്റെ, ഈമാനിൻ്റെ ജീവിതത്തിലേക്ക് നാം അവന് സന്മാർഗം നൽകി എന്നർത്ഥം. അങ്ങനെ പരിപൂർണമായ, പ്രഥമമായ, ഒന്നാമത് അള്ളാഹു ഒരു അടിമക്ക് നൽകുന്ന ഒരു ഹിദായത്തുണ്ട്. ആ ഹിദായത്ത് അക്രമിയായ, അവിവേകിയായ ഒരു മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്നുള്ള സഹായം കൊണ്ട് അവനെ സഹായിക്കുകയും അവൻ്റെ ഹൃദയത്തിന് തുറവി നൽകുകയും അങ്ങനെ അള്ളാഹു ഹിദായത്ത് നൽകുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. എങ്കിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് പ്രഥമമായി നൽകുന്ന ഒരു കൃപയുടെ അടിസ്ഥാനത്തിലാണ്, അവൻ ഇഷ്ടപ്പെടുന്നവരുടെ മനസ്സിൽ അവന് ഇട്ടുകൊടുക്കുന്ന ഒരു കൃപ, ഒരു കാരുണ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ മനസ്സ് ആ സന്മാർഗം സ്വീകരിക്കാനുള്ള ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെ അവർ സന്മാർഗം സ്വീകരിക്കുന്നു, ആ ഔദാര്യം അവർക്ക് ലഭിക്കുന്നു. എന്നാൽ രണ്ടാമതൊരു ഹിദായത്തുണ്ട്. അതേതാണ്? അത് തുടർന്ന് വരുന്ന ഹിദായത്താണ്. ആദ്യത്തെ സന്മാർഗം ലഭിച്ചു കഴിഞ്ഞാൽ, പ്രഥമമായ ഹിദായത്ത് ലഭിച്ചു കഴിഞ്ഞാൽ, പിന്നീട് അങ്ങനെയുള്ളൊരു മനുഷ്യരുടെ ജീവിതത്തിൽ കടന്നു വരുന്ന, അള്ളാഹു കനിഞ്ഞരുളുന്ന, അള്ളാഹുവിൻ്റെ അനുഗ്രഹമായി അവൻ നൽകുന്ന ഹിദായത്തുകൾ, അത് എന്താണെന്ന് വെച്ചാൽ ഓരോ നന്മയിലേക്കും അതിനെ തുടർന്നുള്ള ഒന്നാമത്തെ ഈമാനാകുന്ന, തൗഹീദാകുന്ന ഒന്നാമത്തെ ആ ഒരു ഇസ്ലാമിൻ്റെ വെളിച്ചത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ തുടർന്ന് വരുന്ന ഓരോ നന്മകളിലേക്കും, രണ്ടാമതും മൂന്നാമതുമുള്ള അടുത്ത നന്മകളിലേക്ക് അവന് സന്മാർഗം ലഭിക്കുക, അടുത്ത നന്മകളിലേക്കുള്ള പാത അവൻ്റെ മുമ്പിൽ തെളിയുക, അത് ചെയ്യുവാനുള്ള, അടുത്ത നന്മകളിൽ മുന്നേറുവാനുള്ള അവസരവും അതിനുള്ള ഉദവിയും അവന് ലഭിക്കുക. അപ്പോൾ അങ്ങനെ ഓരോ നന്മയിലേക്കും ഓരോ സന്മാർഗത്തിലേക്കുമുള്ള ഹിദായത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നൽകുന്നു എന്നുള്ളതാണ്. അത് ഒരു തസ്ബീഹോ, ഒരായത്തിൻ്റെ പാരായണമോ, 2 റക്അത്ത് നിസ്കാരമോ, അങ്ങനെ എന്തെല്ലാമാണെങ്കിലും അതൊക്കെ അള്ളാഹു നിർവഹിക്കുന്നത്, ഒരു അടിമ നിർവഹിക്കുന്നത് അള്ളാഹുവിൽ നിന്നുള്ള ഈ ഹിദായത്തിൻ്റെ അടിസ്ഥാനം, തുടർന്ന് കിട്ടുന്ന, തുടർച്ചയായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഹിദായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ ഒരു കാര്യം ഒരു അടിമക്ക് തന്നെ
ഒരു അടിമക്ക് തൻ്റെ രക്ഷിതാവിൻ്റെ അങ്ങേയറ്റത്തെ ഔദാര്യം, അവൻ്റെ ഫضൽ തിരിച്ചറിയാൻ സാധിക്കുന്ന, അള്ളാഹുവിൻ്റെ കാരുണ്യം എത്രത്തോളം അവന് വർഷിക്കുന്നുണ്ട് എന്നൊരടിമക്ക് മനസ്സിലാക്കാൻ ഉതകുന്ന ഒരു വിഷയമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ വിശ്വാസികളായ അടിമക്കും തുടർന്ന് നൽകുന്ന ഈ ഹിദായത്തുമായി ബന്ധപ്പെട്ട വിഷയം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വല്ലദീന ഇഹ്തദൗ, സന്മാർഗം സ്വീകരിച്ച ആളുകൾ, സാദഹും ഹുദ, അവർക്ക് അള്ളാഹു സന്മാർഗം വർദ്ധിപ്പിച്ചു കൊടുക്കും, വ ആതാഹും തഖ്വാഹും, അവർക്ക് തഖ്വ അള്ളാഹു നൽകും. അതുപോലെ തന്നെ ആ ഒരു നേരായ വഴിയിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ച് പോകാതിരിക്കാനാണ് നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ ആവർത്തിച്ച് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറയുന്നത്. തുടർച്ചയായി എൻ്റെ ജീവിതത്തിലുള്ള ഓരോ ഘട്ടങ്ങളിലും ഓരോ വിഷയങ്ങളിലും ഓരോ മേഖലകളിലുമുള്ള ഹിദായത്തിലേക്ക് അള്ളാഹുവെ നീ എന്നെ വഴി നടത്തണമേ, ആ നേരായ മാർഗ്ഗം നീ എനിക്ക് നൽകണമേ എന്ന് റബ്ബിനോട് തേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ ഒരു കൃപയാൽ, അള്ളാഹുവിൻ്റെ ഔദാര്യത്താൽ ഒരു ഹിദായത്ത് അള്ളാഹു ഇട്ടുകൊടുക്കുകയും പിന്നീട് ആ ഹിദായത്ത് സ്വീകരിച്ചതിൻ്റെ ഫലമായി, ആ ഹിദായത്തിൻ്റെ ഭാഗമായതിൻ്റെ ഫലമായി അതിനുള്ള പ്രതിഫലമെന്നോണം അള്ളാഹു ഹിദായത്തുകൾ വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. നമ്മൾ ഓരോ നന്മകൾ ചെയ്യുമ്പോഴും അത് അടുത്ത നന്മകളിലേക്കുള്ള ഹിദായത്തിൻ്റെ വഴി അള്ളാഹു അതിലൂടെ നമുക്ക് തുറന്നിട്ട് തരികയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് അള്ളാഹു സന്മാർഗത്തിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.